ഈ പദവി ഏറ്റെടുത്ത് അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. NDA കേരളം ഭരിക്കും, എന്നിട്ടേ ഞാൻ മടങ്ങിപ്പോകുന്നുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിൽ ഈ മടങ്ങിപ്പോകുന്നുള്ളൂ എന്നുള്ള ആ പ്രയോഗത്തിൽ എനിക്ക് വലിയ അവിടെ ഞാൻ ഹുക്കായി. കാരണം എന്താ വെച്ചാൽ എന്തിനാണ് മടങ്ങിപ്പോകുന്നു എന്ന് പറയുന്നത്? MP ഗോവിന്ദൻ മാസ്റ്റർ ഞാൻ അടുത്ത തവണയും കൂടെ ഭരണം പിടിച്ചതിന് ശേഷമേ മടങ്ങിപ്പോകുന്നുള്ളൂ എന്ന് പറയുമോ? BD സതീശനോ K സുധാകരനോ അടുത്ത തവണ ഭരണം പിടിച്ചതിന് ശേഷം മടങ്ങിപ്പോകുന്നുള്ളൂ എന്ന് പറയുമോ? K സുരേന്ദ്രനും MT രമേശും V മുരളീധരനും അടക്കമുള്ള ആൾക്കാർ ഞാൻ മടങ്ങിപ്പോകുന്നുള്ളൂ എന്ന് പറയുമോ? അപ്പോൾ മടങ്ങിപ്പോകുന്നു എന്ന് വെച്ചാൽ ഞാനൊരു ദൗത്യം ഏറ്റെടുത്തിട്ട് ഇവിടേക്ക് വന്നിരിക്കുകയാണ്, ആ ദൗത്യം കഴിഞ്ഞാൽ ഞാൻ പോകും, ഞാൻ ഒരു ഔട്ട്സൈഡറാണ് എന്ന് അദ്ദേഹം പറയാണ്. അതായത് കേരള രാഷ്ട്രീയത്തിനകത്തൊരു ഔട്ട്സൈഡറാണ് രാജീവ് ചന്ദ്രശേഖർ. അത് എനിക്ക് തോന്നുന്നു അത് അവർ ആലോചിച്ച് നടപ്പാക്കിയതാണ്. അപ്പോൾ എഴുതി ഉണ്ടാക്കിയ പ്രസംഗമാണല്ലോ അദ്ദേഹം വായിച്ചത്, അല്ലേ? എഴുതിയിട്ട് വായിക്കുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടെ അദ്ദേഹം എഴുതി വായിക്കുകയായിരുന്നു. അപ്പോൾ എഴുതി തയ്യാറാക്കി, മുൻകൂട്ടി തയ്യാറാക്കി ഇതുപോലത്തെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കിയ ഒരു പ്രസംഗത്തിനകത്ത് ഇങ്ങനെ ഞാൻ മടങ്ങിപ്പോകും എന്ന് പറയണമെങ്കിൽ, ഞാനിവിടെ അധികാരം പിടിച്ച ശേഷം ഞാൻ മടങ്ങിപ്പോകും എന്ന് പറയണമെങ്കിൽ അദ്ദേഹം ഔട്ട്സൈഡറായിട്ട് നിൽക്കണം എന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ അദ്ദേഹം തന്നെ അങ്ങനെ കണക്കാക്കുന്നുണ്ടാകണം. അതായത് അതിൻ്റെ മറ്റൊരു വ്യാഖ്യാനം സാധ്യമാകുന്നത് കേരളത്തിനകത്തെ BJP നേതാക്കളെല്ലാം, നമുക്കറിയാവുന്ന നമ്മുടെയൊക്കെ പരിചയകാലത്തുണ്ടായിരുന്ന BJP നേതാക്കളെല്ലാം P. ശ്രീധരൻപിള്ള അടക്കമുള്ള ആളുകൾ കേരളത്തിനകത്തുള്ള ഇൻസൈഡേഴ്സ് ആയിരുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയം അവർക്കറിയാമായിരുന്നു. കേരളത്തിനകത്ത് സവിശേഷമായിട്ടുള്ള മതപരമായിട്ടുള്ള ഈ സെക്യുലറിസ്റ്റ് ആയിട്ടുള്ള ചിന്താഗതിക്ക് ഒപ്പം പോകുന്ന BJP ഹിന്ദുത്വ പാർട്ടിയായിരുന്നു അത്. പക്ഷേ നിങ്ങളൊരു ഔട്ട്സൈഡറായിട്ട് പുറത്തു നിന്ന് വന്നാൽ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ നമ്മുടെ മുന്നിലുണ്ട്, അദ്ദേഹത്തിന് ഈ രാജ്യത്തിന് പുറത്ത്, കേരളത്തിന് പുറത്തുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ലൈന് അദ്ദേഹത്തിന് ഇവിടെ എളുപ്പത്തിൽ നടപ്പാക്കാൻ പറ്റും. അതുകൊണ്ട് അദ്ദേഹത്തിന് പറയുന്നതിൽ മടി കാണിക്കേണ്ടതില്ല. കാരണം K സുരേന്ദ്രന് മടിയുണ്ടാവും. കാരണം എന്താ വെച്ചാൽ എല്ലാവരും അറിയാം, ചെറുപ്പം മുതലേ ജീവിച്ചു വന്നതാണ്. എക്സ്പോസ്റ്റ് ഉദാഹരണമാണ്. അത്തരത്തിലുള്ള വർഗീയമായിട്ടുള്ള നിറയെ വ്യാഖ്യാനിക്കാവുന്ന കാര്യങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് അത് സംസാരിക്കുന്നതിൽ മടിയുള്ളൊരു അധ്യക്ഷനല്ല കേന്ദ്ര BJP നേതൃത്വത്തിന് കേരളത്തിലുള്ളത് എന്താണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഔട്ട്സൈഡർ ഇമേജ്, കേരളത്തിന് പുറത്ത് നിൽക്കുന്ന ആൾ എന്ന ഈ കേരളത്തെ കേരളം എന്ന് വിളിക്കുന്ന, കേരളത്തോട് നല്ല വിദ്വേഷമുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്ന, അതുവഴി നിശ്ചയമായിട്ടും വോട്ട് കൂട്ടി സമാഹരിക്കാവുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്.